ഹലോ ഗൈസ്, താങ്ക്സ് ഫോർ ചെക്കിംഗ് ബാക്ക് ഓൺ മൈ ചാനൽ മിസ്റ്റർ ഷെഫ്. ഇന്ന് നമ്മുടെ ചാനലിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഇറച്ചിയുടെ അതേ ടേസ്റ്റ് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സോയാബീൻ റോസ്റ്റിന്റെ റെസിപ്പിയാണ്. ക്രിസ്ത്യൻസിന്റെ നോയമ്പ് കാലത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് സോയാബീന്റെ റെസിപ്പികൾ. ഇത് ഉണ്ടാക്കാനായിട്ട് മെയിനായിട്ട് നമുക്ക് രണ്ട് കാരണങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇത് ശരിക്കും ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ലൊരു നോൺ വെജിന്റെ ടേസ്റ്റിൽ നമുക്കിത് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്നതാണ്. ഇതിൽ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇതൊരു ഹൈ പ്രോട്ടീൻ കണ്ടന്റ് ഉള്ള ഒരു ഫുഡാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് കഴിക്കുന്ന വഴി നമുക്ക് നമ്മുടെ ബോഡിക്ക് ആവശ്യമായുള്ള പ്രോട്ടീന് അതുവഴി നമുക്ക് നല്ല എനർജി സ്റ്റാമിന ഒക്കെ കിട്ടാനായിട്ട് ഇത് വളരെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ നല്ല അടിപൊളിയായിട്ട് ഇറച്ചിയുടെ ടേസ്റ്റുള്ള ഒരു സോയാബീൻ റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് അടുത്തായിട്ട് കാണാം. നമുക്ക് ആവശ്യമായുള്ള എല്ലാ ഐറ്റംസും ഞാനിവിടെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്തായി നമുക്ക് ഇതിന്റെ കുക്കിംഗ് ആരംഭിക്കാം. ആദ്യമായി സ്റ്റവ് എടുത്ത് വെച്ചതിന് ശേഷം ഓണാക്കി ഒരു പാത്രത്തിലേക്ക് സോയാബീൻ കുക്ക് ചെയ്യാൻ ആവശ്യമായ വെള്ളം എടുത്ത് വെച്ചതിന് ശേഷം ഒരു പാക്കറ്റ് സോയാബീൻ ഇല്ലാന്നുണ്ടെങ്കിൽ 200 ഗ്രാം സോയാബീൻ നമുക്ക് പാത്രത്തിലേക്ക് ഇടാം. പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ഇട്ടതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ സോയാബീൻ നന്നായി ബോയിലായി നന്നായി കുക്കാകുന്ന വരെ നമുക്കിന്ന് വെയിറ്റ് ചെയ്യാം. നമ്മൾ ഏകദേശം ഒരു 15 മിനിറ്റ് തുടങ്ങി 20 മിനിറ്റ് വരെയാണ് നമ്മൾ സോയാബീൻ കുക്ക് ചെയ്തെടുക്കുന്നത്. ഗൈസ്, നമ്മൾ ഏകദേശം ഒരു 20 മിനിറ്റ് വരെ നന്നായിട്ട് ബോയിൽ ചെയ്ത് വേവിച്ചെടുത്തിട്ടുണ്ട്. അടുത്തായി സ്റ്റവ് ഓഫാക്കിയതിന് ശേഷം നമുക്കിതിൻ്റെ വെള്ളം ഊറ്റിക്കളഞ്ഞ് നമുക്കിത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്തുകൊണ്ട് വരാം. ഗൈസ്, നമ്മൾ സോയാബീൻ ഇവിടെ നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് നമ്മൾ ഡ്രൈ ആക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അടുത്തായി നമുക്കിതെടുത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ആവശ്യമായുള്ള സ്പൈസസ് ഒക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്ത് നമുക്ക് ഗ്രേവി ഉണ്ടാക്കാനായിട്ട് നോക്കാം. സ്റ്റവ് ഓണാക്കി ഒരു നോൺ സ്റ്റിക്ക് പാൻ സ്റ്റവിലേക്ക് വെച്ചതിന് ശേഷം പാൻ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് മീഡിയം സൈസിലുള്ളൊരു കറുവപ്പട്ട, 4 ഏലക്കായ, 4 കരയാമ്പൂ, 4 വത്തലമുളകും കൂടെ നമുക്ക് പാനിലേക്ക് ഇട്ടതിന് ശേഷം 1 ടേബിൾ സ്പൂൺ മുഴുവൻ, 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, 1 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക്, 4 കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യാം. നമ്മുടെ സ്പൈസസ് റോസ്റ്റ് ചെയ്യുമ്പം നമ്മൾ എപ്പോഴും ചെറിയ തീയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ സിമ്മറിലിടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സ്പൈസസ് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. നമ്മളുടെ സ്പൈസസ് ചെറുതായൊന്ന് റോസ്റ്റ് ആയി കഴിയുമ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് ചെറിയ തേങ്ങ കൂടി ഇട്ടതിന് ശേഷം നമുക്കിതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മളുടെ സ്പൈസസും ചിരകിയ തേങ്ങയും ഒരു ഗോൾഡൻ ബ്രൗൺ കളറിലായി കഴിയുമ്പോൾ സ്റ്റവിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മളുടെ സ്പൈസസ് എല്ലാം പൊടിക്കാനുള്ള മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചുകൊണ്ട് വരാം. അടുത്തതായി പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചതിന് ശേഷം 1 ടീസ്പൂൺ കടുകിട്ട് നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് 2 തല കറിവേപ്പിലയും ചെറുതായി അരിഞ്ഞൊരു മീഡിയം സൈസിലുള്ള ഇഞ്ചിയും ചെറുതായി അരിഞ്ഞ 8 വെളുത്തുള്ളിയും കൂടെ ഇട്ടതിന് ശേഷം നമുക്കിത് ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന വരെ നമുക്കിത് റോസ്റ്റ് ചെയ്യാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു ലൈറ്റ് ബ്രൗൺ കളറായി കഴിയുമ്പോൾ ഇതിലേക്ക് കനം കുറഞ്ഞ നീളത്തിലരിഞ്ഞ ചെറുതാണെങ്കിൽ 3 സവോളയും വലുതാണെങ്കിൽ 4 സവോളയും കൂടെ ഇട്ടതിന് ശേഷം 2 പച്ചമുളക്, 3/4 ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ഇട്ടതിന് ശേഷം നമ്മുടെ സവോള നന്നായി കുക്കാകുന്നവരെ നമുക്കൊന്ന് മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കാം. നമ്മളിട്ട സവോള ഒരു 3/4 ഭാഗത്തോളം കുക്കായി കഴിയുമ്പോൾ ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്തെടുത്ത് 2 തക്കാളിയും കൂടി ഇട്ട് വീണ്ടും നമുക്കിത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. തക്കാളി നന്നായി കുക്കായതിന് ശേഷം ഇതിലേക്ക് ഒരു 2.5 കപ്പ് വെള്ളം ഒഴിച്ച് അതിനുശേഷം കുക്ക് ചെയ്ത് പിഴിഞ്ഞെടുത്ത സോയാബീനും കൂടെ ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ പൊടിച്ചെടുത്ത സ്പൈസസ് എല്ലാം കൂടെ നമുക്ക് പാനിലേക്ക് ഇടാം. സ്പൈസസ് ഇട്ടതിന് ശേഷം നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം പാത്രത്തിൻ്റെ ലിഡ് വെച്ച് ഏകദേശം നമുക്കൊരു 3 മിനിറ്റ് സിമ്മറിലിട്ട് കുക്ക് ചെയ്യാം. അടുത്തായി പാനിൻ്റെ ലിഡ് മാറ്റി നല്ല നീരുള്ള അരമുറി നാരങ്ങയുടെ പിഴിഞ്ഞ് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തായി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം.
ഗൈസ് നമ്മുടെ സോയാബീൻ റോസ്റ്റ് നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. വളരെ ഈസി ആയിട്ട് തന്നെയാണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. നിങ്ങൾ സെയിം സ്റ്റെപ്സ് സെയിം റെസിപ്പി ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റിൽ ഹൈ പ്രോട്ടീൻ സോയാബീൻ റോസ്റ്റ് നിങ്ങളുടെ വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാം. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ്സും ഒക്കെ നമ്മുടെ കമന്റ് സെക്ഷനിൽ എഴുതി അറിയിക്കുക. അതുമായി നിങ്ങളുടെ ഫുഡി ഫ്രണ്ട്സ് ഒക്കെ നമ്മുടെ റെസിപ്പികൾ അയച്ചു കൊടുക്കുക. ഓരോ ലൈക്സും കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റെസിപ്പീസ് കാണുവാനായിട്ട് നമ്മുടെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഈറ്റ് ഗുഡ് ഫുഡ്, സ്റ്റേ ഹെൽത്തി ആൻഡ് ഐ സീ യു വിത്ത് എ ഡിഫറെന്റ് വീഡിയോ. Bye bye.